ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 24 ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ ഫൈനൽ ആൻഡ് പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ചെയ്തു, അതിൽ 7 ഡേയ്സ് നിങ്ങൾക്കൊരു ടൈം ഫ്രെയിം ഞാൻ തന്നു. പാർട്ട് 2 ഞാൻ ചെയ്തു, അതിലും ഒരു 7 ഡേയ്സ് ടൈം ഫ്രെയിം ചെയ്തു. അപ്പോൾ ടോട്ടൽ 14 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ പാലിച്ചു എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാനിവിടെ തന്ന പ്ലാൻ അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ മതി. അൾട്ടിമേറ്റ്ലി നമ്മുടെ പഠനം കൃത്യമായിട്ട് നടക്കണം എന്നാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരുന്നത്. കാരണം വളരെ ഷോർട്ട് നോട്ടീസ് ആയിട്ട് വന്നുള്ള പരീക്ഷ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ബട്ട് നമുക്കതൊരു എഫക്റ്റീവായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടൊരു പ്ലാൻ നമുക്കുണ്ടെങ്കിൽ, നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യും, ഇത് പഠിച്ച് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ ഫൈനൽ 7 ഡേയ്സ് അതിനുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. ഈ ഫൈനൽ 7 ഡേയ്സ് അത്രത്തോളം പ്രധാനപ്പെട്ട 7 ദിവസങ്ങളാണ്. അല്ല 7+ ഒരു 2 ദിവസം കൂടി ഉണ്ട്. ഓക്കെ, ഒരു 10 ഡേയ്സ് നിങ്ങൾ കൂട്ടിക്കോ. ആ 10 ഡേയ്സ് വളരെ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ 10 ഡേയ്സ് ആണ്. ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചോളം ഈ 10 ഡേയ്സ് അത്രയധികം ക്രൂഷ്യലാണ്, അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലരും പഠിച്ച് നല്ല ഇതിൽ വരുമ്പോൾ ഫൈനൽ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഡൗൺ ആവും, മൂഡ് ഔട്ട് ആവും. കാരണം ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മറവി ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, മറന്നു പോകും. സാറേ ഓർമ്മ നിൽക്കുന്നില്ല സാറേ, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, ഇന്നലെ പഠിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ആഴ്ച പഠിച്ചോന്ന് ഓർമ്മയൊന്നുമില്ല, ഒന്നും ഓർമ്മയ്ക്കിടെ, എല്ലാം പെട്ടെന്ന് മറന്നു പോവുക, ചോദ്യങ്ങൾ കാണുമ്പോൾ ബ്ലാങ്ക് ആവുക. ഗൈസ്, ഇതെല്ലാം നോർമലാണ്. ഈ കേരള ലോ എൻട്രൻസ് 2025 എഴുതുന്ന എല്ലാ കുട്ടികളും നേരിടുന്ന പ്രശ്നത്തിന് നിങ്ങൾ അതിലൊന്നും നിങ്ങൾ തളർന്നു പോകരുത്. മറന്നു പോകണ്ടേ, നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതിനുവേണ്ടിയല്ല റിവിഷന് വേണ്ടി ഞാൻ ടൈം മാറ്റി വയ്ക്കുന്നത്. നമ്മുടെ മറവിയെ മറികടക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് റിവൈസ് ചെയ്യുക, കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യുക. കണ്ടിന്യൂസ് നമ്മൾ പുതിയ കാര്യം പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കണം. ഓക്കെ, അതാണ് റിവിഷൻ. അതുകൊണ്ടാണ് റിവിഷന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ടൈം ഞാൻ തരുന്നത്. ഈ ആഴ്ച ഈ വരുന്ന ടൈം ഫ്രെയിമിൽ, അതായത് ഈ വരുന്ന പാർട്ട് 3 വീഡിയോയിൽ ഞാൻ റിവിഷന് കുറച്ച് കൂടുതൽ ടൈം ഞാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം റിവിഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫൈനൽ സ്റ്റേജിൽ പ്രത്യേകിച്ച്. അപ്പോൾ മൈൻഡൊന്നും ഔട്ട് ആവണ്ട, നിങ്ങൾ എക്സാമിനെ പറ്റിയും വെറീഡ് ആവണ്ട, നിങ്ങൾ റിസൾട്ടിനെ പറ്റിയും വെറീഡ് ആവണ്ട. നെക്സ്റ്റ് 7 or 9 or 10 ഡേയ്സ് അത് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അത് മാത്രം നിങ്ങളുടെ മൈൻഡിലുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അടുത്ത 1 മണിക്കൂറും അടുത്ത കുറച്ച് മണിക്കൂറുകളും അടുത്ത കുറച്ച് ദിവസങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, എഫക്റ്റീവായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് വരും. ഈ ഷോർട്ട് നോട്ടീസിൽ എക്സാം വന്നു, കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത് എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമാണ്. ഇത് നമ്മൾ എഴുതുന്ന ഈ വീഡിയോ കാണുന്ന കുറച്ച് പിള്ളേർക്ക് മാത്രമല്ല, എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമാണ്. സോ ബെറ്റർ മൈൻഡ് സെറ്റ് ഉള്ളവരെ എന്ത് ചെയ്യും, അത് ക്രാക്ക് ചെയ്ത് വരും. സോ നിങ്ങൾ ആ ബെറ്റർ മൈൻഡ് സെറ്റ് ഇല്ല, ആ ക്ലബിൽ നിങ്ങളെല്ലാവരും അതിൽ വരണം. നിങ്ങളെല്ലാവരും എഫക്റ്റീവ് നല്ല കഴിവുള്ള കുട്ടികൾ തന്നെയാണ്. ഞാൻ പലരായിട്ടും ഇൻട്രാക്ട് ചെയ്യാറുണ്ട്, പലരും ഡൗട്ട്സും കാര്യങ്ങളും എല്ലാവരും സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര പാഷനേറ്റ് ആണ് ഈ ഒരു പ്രൊഫഷന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. സോ നിങ്ങളെല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്, ഇല്ലേ? നമ്മുടെ മൈൻഡിലുള്ള അനാവശ്യ തോട്ട്സിലാണ് നമ്മൾ പറയുന്നത് എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ ഈ സ്ക്രൂ കയറ്റാനും നമ്മളെ പിടിച്ചു വലിക്കാനും കുറേ ആൾക്കാർ ചുറ്റുമുണ്ട്. നെവർ മൈൻഡ്, അതിനൊന്നും നിങ്ങൾ ചെവി കൊടുക്കേ വേണ്ട. നിങ്ങൾ അപ്പോൾ 2 ചെവിയുണ്ട്, ഒരു ചെവി കൂടെ കേൾക്കുക, അടുത്ത ചെവി കൂടെ പുറത്തുവിടാം. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാത്രമാണ്, നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, എന്ത് അഡ്വേഴ്സിറ്റീസാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടെൻഷൻസും വെറീസ് ഒന്നും വേണ്ട, കൃത്യമായിട്ട് പഠിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് വരും. ഓക്കെ, സക്സസ് ഈസ് 90% പെർസ്പിരേഷൻ ആൻഡ് 10% ഇൻസ്പിരേഷൻ എന്നാണ് പറയുക. ആ 90% പെർസ്പിരേഷൻ, ആ 90% ഹാർഡ് വർക്ക് നിങ്ങൾ കൃത്യമാക്കുക. ഓക്കെ, ബാക്കി 10% എന്ന് പറയുന്നത് ഇൻസ്പിരേഷനാണ്, അതിന് ലക്കും എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ 10% ഉള്ളൂ. ആ 90% നിങ്ങളുടെ കയ്യിലാക്കുക, നിങ്ങളുടെ പോക്കറ്റിലാക്കുക, ബാക്കി 10% നിങ്ങളുടെ ഒപ്പം വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത 7 ഡേ സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കത് ഞാൻ പറയില്ല, അവസാനത്തെ ഡേയ്സ് ആണ്, ക്രൂഷ്യലാണ്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയ് 23 മുതൽ മെയ് 29 വരെയാണ് ഈ സ്റ്റഡി പ്ലാൻ. മെയ് 23 മുതൽ മെയ് 29 വരെയാണ് ഈ സ്റ്റഡി പ്ലാൻ വരുന്നത്. ഓക്കെ, 10 hours ആസ് യൂഷ്വൽ, 10 hours ഡെയിലി. 10 hours മിനിമം ടൈമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അത്രയും ടൈം സ്പെൻഡ് ചെയ്തോ നിങ്ങൾ. ഓക്കെ, ഇനിയിപ്പോൾ 10 hours എന്നുള്ളപ്പോൾ 10 hours 6 മണിക്കൂർ അമ്മയോടൊപ്പം വർത്താനം പറഞ്ഞിരുന്നു, പുറത്ത് പാടത്ത് കളിക്കാനും പോയി, അല്ലെങ്കിൽ ടർഫിൽ കളിക്കാനും പോയി, ബാക്കി 4 മണിക്കൂർ ഇരുന്ന് പഠിച്ചു, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളിനിയിപ്പോൾ 3 മണിക്കൂർ ഡെയിലി ഇരിക്കാൻ പറ്റുള്ളൂ. പലരും വർക്ക് ചെയ്യുന്ന പലരും 3 മണിക്കൂർ ഇരിക്കുന്നില്ല, മതി. ആ 3 മണിക്കൂർ കൃത്യമായിട്ട് ഇത് പഠിക്കുക.
ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ക്വാളിറ്റിയിലാണ് നമ്മൾ ഫോക്കസ്. 10 മണിക്കൂറും കൃത്യമായിട്ട് യൂട്ടിലൈസ്. ചിലപ്പോൾ എനിക്കറിയാം 10 മണിക്കൂർ ടോട്ടലായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ബട്ട് ഇഫ് യു ക്യാൻ കീപ് ദറ്റ് 90% ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും 1.5 മണിക്കൂർ വെച്ച്, ലീഗലിനും GK-ക്കും അതുപോലെ തന്നെ മാത്സിനും അതുപോലെ തന്നെ ഇംഗ്ലീഷിനും GK ആൻഡ് കറണ്ട് എല്ലാത്തിനും 1.5 മണിക്കൂർ വീതം 1 hour 30 minutes വെച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം 1.5 മണിക്കൂർ. ബാക്കി 2 hours, 10 മണിക്കൂറിൽ 2 hours നിങ്ങൾ എന്ത് ചെയ്യണം? പ്രീവിയസ് വീക്ക് റിവിഷൻ. കഴിഞ്ഞ 2 ആഴ്ചകൾ 14 ദിവസത്തെ സബ്സ്റ്റൻസ് നിങ്ങളുടെ തലയിൽ കിടക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങളുടെ ബുക്കുകൾ നിങ്ങൾ എഴുതി വെച്ചാൽ അത് റിവൈസ് ചെയ്യണ്ടേ? അത് റിവൈസ് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും? എക്സാം പോകുമ്പോഴേക്കും അത് മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 2 hours ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? പഴയ ഹിസ്റ്ററി, മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് എഴുതി പഠിക്കുക, വായിച്ചെടുക്കുക. ഇനിയിപ്പോൾ വായിച്ചിട്ട് ഓർമ്മ നിൽക്കണമെങ്കിൽ എഴുതി പഠിക്കുക, റഫ് ഷീറ്റ് എടുക്കുക, എഴുതി നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്യും. ഞാനൊരു നല്ലൊരു ടാക്ടിക്സാണ്. നിങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക, എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എഴുതുമ്പോൾ അത് മൈൻഡിൽ രജിസ്റ്റർ ആവും. അപ്പോൾ കൂടുതൽ ടൈം ആയല്ലോ. കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിളിൽ ഞാൻ ടൈം കുറച്ചായിരുന്നു, 1.5 മണിക്കൂറിൽ. ഇത്തവണ 2 മണിക്കൂർ റിവിഷന് വേണ്ടി മാത്രം. റിവിഷൻ എന്ന് പറഞ്ഞാൽ മുന്നേ പഠിച്ച 2 വീക്കിൽ 14 ദിവസത്തെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ. പിന്നെ ഒരു 1 hours ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. നിങ്ങൾ ഡെയിലി ഓരോ ടോപ്പിക്സ് പഠിക്കുന്നില്ലേ? ഈ 23-ാം തീയതി 24-ാം തീയതി ഒക്കെ ഓരോ ടോപ്പിക്സ് പഠിക്കുന്നില്ലേ? അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്. അതിനുവേണ്ടി 1 മണിക്കൂർ, 1 hours ഫോർ റിവിഷൻ. ഈ റിവിഷൻ എന്ന് പറയുന്നത് ഡേ ടു ഡേ റിവിഷനാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ 23-ാം തീയതി 24-ാം തീയതി 25 26-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. ആ ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ 1 hour റിവിഷൻ ടൈം കൊടുക്കുന്നത്. പിന്നെ ഒരു 150 to 200 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് വേണ്ടിയാണ്? നിങ്ങൾ MCQs നിങ്ങൾ ഡെയിലി ഓരോ ടോപ്പിക്സ് പഠിക്കുന്നില്ലേ? അതിൽ 150 to 200 MCQs പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ 2 hours എന്താ പറയുക പ്രീവിയസ് വീക്കിലെ പഠിക്കുന്ന ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ 1 hours റിവിഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ MCQs എന്ത് ചെയ്യുന്നുണ്ട്? 150 to 200 MCQs നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. അതിൽ നിങ്ങൾ കഴിഞ്ഞ 2 വീക്കിലെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അത് ആദ്യം ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കണം ഒബിച്വരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എൻട്രൻസ് നടന്ന ഓഗസ്റ്റ് തൊട്ട് ഈ ഒരു മെയ് മാസം വരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും മരണങ്ങൾ ഉണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ, അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏത് ഫീൽഡായിട്ട് ബന്ധപ്പെടാം, അവർ ഏത് ഫീൽഡായി ബന്ധപ്പെട്ടെന്നുള്ളത് നിങ്ങൾ നോക്കണം. പിന്നെ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ്. ഇത് 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്. പിന്നെ നിങ്ങൾ നോക്കണം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഞാൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് വർക്ക് തന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റാണ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കണം മുഗൾ ഹിസ്റ്ററി നോക്കണം. മുഗൾ ഹിസ്റ്ററി പറ്റാവുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ സബ്ജക്റ്റ് മുഗൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് വാസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യും. മുഗൾ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടുള്ള GK ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യും. അതുപോലെ ബാക്കിയുള്ള ഹിസ്റ്ററി, ഇപ്പോൾ ഹിസ്റ്ററി മൊത്തമായിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ കേരള ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ബന്ധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ സ്റ്റേറ്റ്സ് ആൻഡ് ദിയർ ഡാൻസ് ഫോം. ഓരോ സ്റ്റേറ്റുകൾക്കും അതിൻ്റെ ഡാൻസ് ഫോംസ്, മോഹിനിയാട്ടം ഏതാണ്, ഭരതനാട്യം, അപ്പോൾ ആ സ്റ്റേറ്റ് ആൻഡ് ദിയർ ഡാൻസ് ഫോംസ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട ഓഫീസ് ഹോൾഡേഴ്സ്. പ്രധാനപ്പെട്ട ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റുകളില്ലേ? UPSCയുടെ ചെയർമാൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലത്തെ ലീഗൽ പോസ്റ്റുകൾ, അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലത്തെ ലീഗൽ പോസ്റ്റുകളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളുണ്ട്, പ്രധാനപ്പെട്ട കീ ഓഫീസേഴ്സ് ഉണ്ട് ഇന്ത്യയിലെ. അത് പ്രധാനമായിട്ട് ആരാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ആരാണ് ഇപ്പോൾ ആ ഒരു ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ അത് നിങ്ങൾ ലീഗൽ ഭാഗത്ത് പഠിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? 200 MCQs ഫ്രം ഈച്ച് സബ്ജക്റ്റ്. നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് IPC പഠിക്കാൻ തന്നിട്ടുണ്ട്, ടോർട്ട്, കോൺട്രാക്ട്, ലീഗൽ ടേംസ്, മാക്സിംസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ച് സെറ്റായിരിക്കുന്നുണ്ട്. ഇനി പഠിച്ചത് ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിൽ നിങ്ങൾ പഠിക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഒരു 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റാമ്പൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയാത്ത ചോദ്യങ്ങൾ അത് കണ്ടെത്തി നിങ്ങൾ പഠിക്കുക. ഓക്കെ, പുതിയ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ, ഇതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനത്തെ ചിന്തയൊക്കെ വരും. അതൊക്കെ മാറ്റി വെച്ചോ. പുതിയ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുക, പുതിയ ചോദ്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഇംഗ്ലീഷിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 100 ഇംഗ്ലീഷ് വേർഡ്സ് 100 ഇംഗ്ലീഷ് വേർഡ്സ്, കൺഫ്യൂസിങ് സ്പെല്ലിങ്സ് ഉള്ള 100 ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾ പഠിക്കുക. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആവാർക്ക് നിങ്ങൾക്ക് തന്നെ. പിന്നെ സെൻറ്റൻസ് കറക്ഷൻ,
സെൻറ്റൻസ് കറക്ഷനായി ബന്ധപ്പെട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു സെൻറ്റൻസ് 4 മുറിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിലെ ഇൻകറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ജംബിൾഡ് സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് 4 മുറിച്ച് തന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അത് അറേഞ്ച് ചെയ്യുക. അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫില്ല് ദ ബ്ലാങ്ക്സ്, പിന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്ജക്റ്റായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്. ഇനി മാത്സിൽ നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച ഫ്രെയിം വർക്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ വീക്കിൽ മെയിനായിട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ബ്ലഡ് റിലേഷൻ സംബന്ധിച്ച പ്രോബ്ലംസ് ചെയ്യുക, കലണ്ടർ പ്രോബ്ലംസ് ചെയ്യുക, ക്ലോക്ക് പ്രോബ്ലംസ് ചെയ്യുക. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇരുന്ന് കുത്തിപ്പിടിച്ച് ചെയ്യുക. ഓക്കെ, ക്ഷമ കാണിക്കുക. 15 ചോദ്യങ്ങളുണ്ട് മാത്സിന്, 45 മാർക്കാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള 45 മാർക്സിന്. ആരും തന്നെ ഇഗ്നോർ ചെയ്യാൻ നിൽക്കണ്ട. ക്ഷമയോടെ ഇരുന്ന് ചെയ്ത് പഠിക്കും. മാത്സ് ചെയ്യാൻ കുറച്ച് മടിയൊക്കെ ആയിരിക്കും, കാരണം ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ വായിച്ച് പഠിച്ചാൽ മതി. മാത്സ് കുത്തിപ്പിടിച്ച് ഇരുന്ന് ചെയ്യണം. കുത്തിപ്പിടിച്ച് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രധാനമായിട്ട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ടെലഗ്രാം ചാനലും കാര്യങ്ങളൊക്കെ അതിലൂടെ ആഡ് ചെയ്തോളാം. അപ്പോൾ ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. വെറീസും ടെൻഷൻസും ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി വെച്ച് ഈ ഒരു നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ആ ലാസ്റ്റ് ലാബ് കൃത്യമായിട്ട് നിങ്ങൾ കവറപ്പ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ്, ഉഷാറായിട്ട് പഠിക്കാം.